ഹേ ഗൈസ്, സോ എന്തൊക്കെയുണ്ട് ശേഷം? നമ്മളെല്ലാവരും ഇവിടെ രസമായിട്ട് ട്രിപ്പുണ്ട്, സുഖമായിട്ട് ട്രിപ്പുണ്ട്. സോ ഇന്ന് നമ്മളെല്ലാവരും കൂടി ഒന്ന് പാലയിലോട്ട് പോവാണ്. അവിടെ നമ്മളുടെ ഒരു കസിൻ ഉണ്ട്, അപ്പോൾ കസിനെ കാണാൻ വേണ്ടി പോവാം. സോ ഇന്ന് ഞാൻ ആദ്യം തന്നെ റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചത് ആരൊക്കെ നമ്മളുടെ ഇപ്പോൾ ഉള്ളത്. ഇത് പപ്പ റെഡി ആയിട്ടുണ്ട്. ആൻഡ് പപ്പയ്ക്ക് ഇനി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് ചെയ്യാൻ. എന്തൊക്കെയുള്ള ചെയ്യാൻ? ഷൂഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ. ഇവിടെ മമ്മിയും അമ്മച്ചിയും ഉണ്ട്. സോ അമ്മച്ചിയുടെ വാച്ച് കെട്ടി കൊടുക്കുകയാണ് മമ്മി. And of course, last but not the least, my big brother is here. Hi പറഞ്ഞേ. ഹായ്. ഇവിടെ ഇവരും ഞങ്ങളുടെ ഒപ്പം വരാനുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവരിപ്പോഴും റെഡി ആയിട്ടില്ല. അത് കണ്ട് ഇവരെപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വെല്ലിപ്പിച്ചുണ്ട് ഇവിടെ. ആൻഡ് വി ഹാവ് റോണു. നിങ്ങൾക്ക് അറിയാമല്ലോ റോണിനെ. അപ്പോൾ എന്താ സ്പെഷ്യൽ റോണെന്ന്? ഒരു ഓട്സിന്റെ ആൾക്കാരാണ്. അലോങ് വിത്ത് ദാറ്റ് കോൺഫ്ലേക്സ്, ഹെൽത്തി ഡയറ്റ്. പറയാനുണ്ടോ സേവറെങ്കിൽ? നിങ്ങളുടെ ചാനൽ അനുസൃതം വളരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല രീതിയിൽ കാര്യങ്ങൾ വരും. പിന്നെ എന്താണ് ഇപ്പോഴും ചാനലിന്റെ ഒരു പൊതു ലക്ഷ്യം, അത് ഇതുവരെ റിവീൽ ചെയ്യപ്പെട്ടില്ല. അത് വൈകാണ്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് വേണം ഞങ്ങൾ അക്ഷമരായിട്ടിരിക്കാം. ഗൈസ്, നമ്മൾ ഷാർപ്പ് 10 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞതാണ്. 10 ഇവരിവിടെ റെഡി ആയിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സോ എന്തായാലും നമ്മൾ പോവാണ്. ഒരു വണ്ടി ഇപ്പോൾ പോകും ടു പാല. അവർ വേറെ വന്നോളും. നമ്മൾക്ക് അവരെ നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദേ ആർ ഓൾവേസ് ലേറ്റ് ആണ്. സോ നമ്മൾ വിചാരിച്ചു കുറച്ച് പോർഷൻ അവൻ ഓടിച്ചിട്ട് ബാക്കി കുറച്ച് ഞാൻ ഓടിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. സോ ഇന്നിപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല റോഡിൽ. കുഴപ്പമില്ല, അത്രയ്ക്ക് തിരക്ക് കൂടുതലും ഇല്ല കുറവില്ല, അങ്ങനത്തെ ഒരു ടൈം. നമ്മളിതാ ചേർത്തല ബസ് സ്റ്റാൻഡ് എത്തി. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മളുടെ ഈ ഒരു KSRTC സ്റ്റാൻഡ് വരുന്നത്. അത് അങ്ങനെ എന്താ നമ്മളിപ്പോൾ തണ്ണീർമുക്കം ബണ്ട് ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ആ ഒരു തണ്ണീർമുക്കം ബണ്ട് പ്ലേസ്. യെസ് ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം. ഓ മൈ ഗോഡ്, ദിസ് ഈസ് സോ നൈസ്. ഈ ഒരു പച്ചപ്പ് നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും കാണാനായിട്ട്. ശരിക്കും നേരത്തെ വേറൊരു സ്ഥലമായിരുന്നെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് നടക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ അങ്ങോട്ടേക്കുള്ള വഴിയൊന്നും അത്ര രസമായിട്ടില്ല. കുറച്ച് ചെളിയൊക്കെ ഉള്ളതാണ്. വേറൊരു സ്ഥലമായിരുന്നെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങി നടക്കാനൊക്കെ പറ്റും. ത്തിന് ശേഷം ഇവരെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇവർ നമ്മുടെ റോൺ ഓഫ് കോഴ്സ് ഡ്രൈവർ ആയതുകൊണ്ട് എനിക്കറിയായിരുന്നു കത്തിച്ച് വരും എന്നുള്ളത്. സോ ഇവരിതാ എത്തി. റോണു ഹായ്, ഹൗ ആർ യു? അങ്ങനെ ഞങ്ങളിതാ പാടത്തേക്ക് നടക്കുകയാണ്. ഇങ്ങോട്ടേക്ക് എൻട്രി അലൗഡ് ആണോന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ചുമ്മാ ഒരു ഇച്ചിരി ഭാഗത്ത് ഒന്ന് പോയി നോക്കും. ട്രാക്ടർ വെച്ചിട്ടാണ് ഇത് ക്ലിയർ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് പഴയ പോലെ വരമ്പുണ്ടാവില്ല നടന്നു പോകാനായിട്ട്. അപ്പം നമ്മളിവിടെ വരമ്പ് നോക്കിയതാണ്. പക്ഷേ വരമ്പ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് വരാനേ പറ്റുള്ളൂ. അല്ലേ വലിപ്പിച്ച്? ഓരോരുത്തരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരിവിടെ ഭയങ്കര ചർച്ചയിലാണിപ്പോൾ. ഇവർ ചോദിക്കുന്നത് ഇത് പൊക്കാളി അരിയാണോ അല്ലയോ എന്നാണ്. പിന്നെ ഇവരുടെ ചോദ്യം ഇതിൻ്റെ ഹൈറ്റ് എന്തോരം വരും എന്നാണ്. പിന്നെ വിളഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ നല്ല സൂപ്പറാണെന്നാണ് അടുത്ത ചോദ്യം. പിന്നെ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. ഇവരുടെ മൈൻഡിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. നമ്മളധികം അതിലോട്ട് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവരുടേതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവരുടെ കുറച്ച് കാഴ്ചപ്പാടും അവിടെ പങ്കുവെക്കുകയാണ്. വെരി സെയിം ടൈം എൻ്റെ ഇവിടുത്തെ 2 കസിൻസ് കണ്ടില്ല, ഒരെണ്ണം റോൺ ആൻഡ് ആൽറിൻ. രണ്ടും മൂലയ്ക്കാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താണ് ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ദേ ആർ ബിസി ടോക്കിംഗ് വിത്ത് സംവൺ. സോ ഇവിടെ എനിക്ക് കാണാം വേറൊരു കൈൻഡ് ഓഫ് ഫോട്ടോഗ്രാഫി. കുറേ ഡിമാൻഡ്സൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. മുഖത്ത് വെട്ടം വേണം, ബാക്ക്ഗ്രൗണ്ടിലധികം ബ്രൈറ്റ്നെസ് വേണ്ട, ഒറിജിനൽ കളർ, ഇതൊക്കെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെല്ലിപ്പിച്ചിന് ഓഫ് കോഴ്സ് അറിയാം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതിലൊന്നും ഏർപ്പെടാണ്ട് ഇവിടെ ഒരാൾ നമ്മുടെ വണ്ടിക്കകത്തുണ്ട്. ഹലോ, നല്ല രസമാണ് കാണാൻ പുറത്ത്. കൈൻഡ് ഓഫ് സെൽഫീസ് ഗോയിങ് ഓൺ. ഇപ്പോൾ നമ്മളൊരു
ബ്രേക്ക് പോലെ ഒരു ബിങ്കോയും ഈ ബിങ്കോയും വാങ്ങിച്ചു. ഇത് പിസ്ത ഫ്ലേവറാണ് അവരെടുത്തത്. ഞാൻ ഐസ്ക്രീം അത്ര പ്രിഫർ ചെയ്യാത്തത് കൊണ്ട് ഇതാണ് ആ ഒരു കളർ. പിന്നെ ഡ്രസ്സും അതുമായിട്ട് മാച്ചാണല്ലോ അമ്മ. കൊള്ളാം. ഇത് ബിങ്കോ 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 കുറേ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം കുറേ ഉണ്ട് ഇതിനകത്ത്. ഈ ചില്ലി സ്പ്രിങ്കിൾഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഫ്ലേവർ നിങ്ങൾ ട്രൈ ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് എ ടേസ്റ്റി വൺ. നമ്മൾക്ക് മലയാളീസിന് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ അത്. അങ്ങനെ നമ്മളിതാ ഏറ്റുമാനൂർ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മഴക്കാറുണ്ടെന്ന് തോന്നണമെന്നല്ല, മഴക്കാറുണ്ട്. പാല, ഭരണങ്ങാനം ആൻഡ് വാഗമൺ. ഇപ്പോൾ ഓൾമോസ്റ്റ് 12:45 ഉച്ചയായപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവരൊന്ന് ഊണ് കഴിക്കാം, ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ ഹോട്ടൽ ആനന്ദ് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ബിരിയാണി ഉണ്ട്, ഊണുണ്ട്. ആ നല്ലതായി. സോ ഇവർ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമെടുക്കും. സോ നമ്മളിവിടെ ആനന്ദ് ഹോട്ടലിൽ കേട്ടിട്ടുണ്ട്. സോ ഇതിനകത്ത് നല്ല സ്ഥലമുണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു ഫാമിലി പ്ലേസിലാണ് നമ്മൾ ഇരുന്നിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഒരു പ്രൈസ് കിട്ടുന്ന സ്ഥലമാണ്. ആൻഡ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ഊണ് 2 ചിക്കൻ ബിരിയാണി പറഞ്ഞത്. ഇവരുടെ ഡിഷ് കാണാൻ സൂപ്പറാണ്. ഈ ചോറിൽ എന്തൊക്കെ കറിയാണല്ലേ? ബീൻസ് ഉണ്ട്, മീൻ വറുത്തത്, അച്ചാറ്, നൈസ്, സൂപ്പർ. ആ ഒരു പ്ലേറ്റ് ഒരു എക്സ്ട്രാ മീൻകറി പ്രൊവൈഡ് ചെയ്യും കേട്ടോ. സോ ഇതാ നല്ല പോളിംഗ് ആണ് കേട്ടോ. ഞങ്ങളൊന്നും വെയിറ്റ് ചെയ്യാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഒന്നും നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യില്ല. പാവം രാവിലെ ഓട്സ് കഴിച്ചതുകൊണ്ട് ആണെന്ന് തോന്നുന്നു അവന് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. റോണേ ഫുഡ് എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. എന്താ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. ഓ സോ ഇത് കണ്ട് ആളിന് സഹിക്കാനാവാണ്ട് അവനും ചോറിച്ചെടുത്ത് കഴിച്ചു. ബേസിക്കലി ഞാനും കഴിച്ചു കേട്ടോ. അല്ലാണ്ട് അവൻ മാത്രമല്ല, ഞാൻ കഴിച്ചായിരുന്നു. വാവ്, ഇറ്റ് വാസ് ടേസ്റ്റി. എൻ്റെ ബിരിയാണിയും സാലഡും വന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടോ ഞാൻ പറഞ്ഞ ഗൈസ്? എനിക്ക് ചിക്കൻ ലെഗ് പീസ് കിട്ടി, പ്ലസ് മുട്ട പുഴുങ്ങിയതുണ്ട്. നല്ല ക്വാണ്ടിറ്റിയിൽ റൈസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. ബൈ. ഇവിടെ ഫ്രഷായിട്ട് പഴംപൊരി കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് പഴംപൊരിയാണ്. പഴംപൊരി അടുത്തുനിന്ന് കാണണമെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് പോയി. സോ ഗൈസ്, ഞങ്ങളങ്ങനെ ഊണ് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഊണിന് നമ്മൾ പിന്നെ അല്ലാണ്ട് സ്പെഷ്യലായിട്ട് പറഞ്ഞിരുന്നു ബീഫ് റോസ്റ്റ് ആൻഡ് ബീഫ് കറി. അതും പറഞ്ഞിരുന്നു, അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. സോ ഇപ്പോൾ സമയം 1:30. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അറിയില്ല എപ്പോൾ എത്തും എന്നുള്ളത്. നമുക്ക് നോക്കാം എപ്പോൾ എത്തും എന്നുള്ളത്. ബിരിയാണിയുടെ ടേസ്റ്റ് നമ്മൾ പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് ഫൈൻ. ഒരു 2 പീസ് ചിക്കൻ ഉണ്ട്, നല്ല പിന്നെ നീളം കൂടിയ റൈസാണ്, ആൻഡ് എന്താ മുട്ടയുണ്ട്, പപ്പടം, സാലഡ്, പിന്നെ അച്ചാർ. ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ ബിരിയാണി അങ്ങനെ. സോ ഇനിയുള്ള വീഡിയോ എനിക്കറിയില്ല എന്തായിരിക്കും എന്നുള്ളത്. കാരണം എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഇപ്പോൾ ചെറുതായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതേപോലെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും ഞാൻ വീഡിയോസ് എടുക്കുക. ഓക്കെ, ഇവരിതായി ഇപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറി. രസമുണ്ട് ഈ ഫ്രൂട്ട്സ് അറേഞ്ച്മെൻറ്റ് മൊത്തം. എസ്പെഷ്യലി ദിസ് വൺ, ഈ ഒരു ആപ്പിളിൻ്റെ ഗ്രീൻ ആപ്പിളും
റെഡ് ആപ്പിളും ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇത് മതി. ഗൈസ്, ഈ സ്ഥലം ഒന്ന് നോക്കിക്കേ, മൊത്തം റബ്ബറാണ്. ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനെന്തോ ഓ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? കാണിച്ചേ. ഒന്നുമില്ല. ഓ മുറിക്കാൻ പറ്റുന്നു. പൊക്കിട്ടെടുക്കണം, സുഖമായിട്ടെടുക്കണം. ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ചെടി എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടോ? ബിക്കോസ് ഈ ചെടി ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക, വീട്ടിലേക്ക് വയ്ക്കാറുണ്ട്. പക്ഷേ ആ ചെടിയാണ് ഇവിടെ വളരെ കൂടുതലായിട്ട് പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ബ്രീഡ് ഞാൻ കാണിച്ചു തരാം. ഇതതുപോലെ തന്നെ നമ്മളുടെ അവിടെ ഭയങ്കരമായിട്ടും ആൾക്കാർ എടുക്കാറുള്ള ഒരു ചെടിയാണ്. ഇതിവിടെ ഭയങ്കരമായിട്ടും പിടിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇവരുടെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലം. പക്ഷേ ഇപ്പോൾ ഇവിടെ അധികം അങ്ങോട്ട് ചെയ്യുന്നില്ലെന്ന് അവർ പറയണ്ടായിരുന്നു. അമ്മച്ചി പറയണ്ടായിരുന്നു ഇതൊന്നും ചെയ്യാനൊന്നും ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലയെന്ന്. ഈ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ നോക്കിയേ. ഇവിടെ കുറേ കിണറുണ്ട് കേട്ടോ. ഇത് ഒരു കിണറാണ്. ഈ ഒരു കിണർ ലൈക്ക് ഹാഫ് ഓപ്പൺ ആയിട്ടായിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ആൻഡ് ഇതിനകത്ത് വെള്ളമുണ്ട്. പക്ഷെ എന്നാലും ഇവർ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴുള്ള ആ ഒരു രീതിയിലുള്ള ലുക്കാണുള്ളത്. അത് കൂടാണ്ട് വേറൊരു കിണറുള്ളത് ഈ ഒരു ഐറ്റമാണ്. ഇതിലും നല്ല താഴ്ചയുണ്ട്. പക്ഷെ എൻ്റെ മുകളിലൊക്കെ മൊത്തം ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാവരും വരട്ടെ. ഹലോ. തുറന്നിട്ട് കയറി പോരാ. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ? ജയിലിൽ കിടക്കണോ അല്ലെങ്കിൽ? അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് അവിടെ പശുവിനെയൊക്കെ അവർ തിരിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഓഫ് കോഴ്സ് നമ്മൾക്ക് ചായ ഈസ് മുഖ്യം. അങ്ങനെ നമ്മളൊരു ബേക്കറിയിൽ കയറി. ആൻഡ് ആൾറൻ പറഞ്ഞത് ഒരു ലോട്ടി ചോക്കോപ്പൈൻ്റെ ഒരു സ്ട്രോബെറി ഫ്ലേവേർഡ് വൺ, ഒരു പാക്കറ്റ് ഫുഡ്, അതൊരു കേക്കിൻ്റെ ഇടയിൽ ഒരു ജാം പോലത്തെ ഒരു ഐറ്റം. അത് അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയില്ല. ഒരു നോർമൽ ബേക്കറിയാണ്. അപ്പോൾ നമ്മൾ ചായയും പറഞ്ഞു, പിന്നെ ഞാൻ കാപ്പിയും പറഞ്ഞു. ഒരു സാധാരണ ഒരു ചായ കാപ്പി ആ ഒരു സംഭവം. ഇത് വേറൊന്നുമല്ല, ഞാൻ കുടിച്ചപ്പോഴേക്കും എൻ്റെ നാക്കൊന്ന് പൊള്ളി. അതാണ് എൻ്റെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ അങ്ങനെ പോയത്. സോ അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സോ ഇപ്പോൾ സമയം 4:30 മണി. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2.5 hours, ചിലപ്പോൾ 2+ എടുക്കുമായിരിക്കും നമുക്ക് അവിടെ എത്താനായിട്ട്. അറിയില്ല ബ്ലോക്കിന് കിട്ടുമെന്നുള്ളത്. നമ്മളപ്പോൾ ഒരു ബ്രേക്ക് എടുത്തു. ആളുടെ നേരെ കോ പാസഞ്ചർ സീറ്റിലോട്ടും പോയി, ഞാൻ നേരെ ഡ്രൈവിംഗ് സീറ്റിലോട്ടും വന്നു. സോ ഇനി ബാക്കി കുറച്ച് സമയം ഞാൻ ഓർത്തു അവന് കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വീണ്ടും വരും. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു ഷോർട്ട് ബ്രേക്കിന് വേണ്ടി നിർത്തിയിരിക്കുക, ടീ ബ്രേക്ക്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ചായ കുടിച്ചിട്ട് വരാം നമ്മൾ. അങ്ങനെ ഇവിടെ ഞാൻ ചായയും കാപ്പിയൊന്നും പറഞ്ഞില്ല, നേരെ ഈ ബജിയിലേക്ക് കയറി പിടിച്ചത്. ഈ ഒരു മുളക് ബജിയും ഈ ഒരു മുട്ട ബജിയും അവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് ബോണ്ടേന്ന് നമ്മൾ പറഞ്ഞായിരുന്നു.
അങ്ങനെ സമയം 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി. സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. സോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് മൈ വീഡിയോസ്, പ്ലീസ് ഡു വ്യൂ മൈ വീഡിയോസ്, ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ചാച്ചാ, ബൈ ബൈ.